ഇടുക്കി ചെല്ലാർകോവിൽ മെട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവയെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടും. കടുവകളുടെ സാന്നിധ്യം കുറവുള്ള മേഖലയിലാണ് തുറന്നുവിടുന്നത്. ചെല്ലാർകോവിൽ സ്വദേശി സണ്ണിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ രാവിലെയാണ് കടുവയും നായയും വീണത്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ഒടുവിലാണ് കടുവയെയും നായയെയും പുറത്തെടുത്തത്. ഇന്ന് രാവിലെ തോട്ടത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടാണ് സണ്ണി ഈ ഭാഗത്തേക്ക് എത്തിയത്. കുഴിയിൽ നിന്നും ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കുഴിക്കുള്ളിൽ കടുവയെയും നായയെയും കണ്ടത്. തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയായിരുന്നു. 2 കിലോമീറ്റർ അപ്പുറമൊക്കെ ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ഒരെണ്ണം വന്നെന്നും പറഞ്ഞ് ഫോറസ്റ്റുകാരവിടെ വന്ന് ക്യാമറ വയ്ക്കുകയും കാൽപ്പാട് കണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ പിന്നീട് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടെന്നാ പോയതായിരിക്കും എന്ന് എഴുതിയിരിക്കുക. എപ്പോഴാണ് ഈ സമയം കറക്റ്റ്? രാവിലെ 7:30. മഴ പെയ്യുന്നതിന് മുമ്പ് വൈകിട്ട് രാത്രിയിലൊക്കെ ഞാനിവിടെ വന്ന് ഏലത്തിന് നനയ്ക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു അറിയത്തില്ലായിരുന്നു. ഇനി ഇതിന്റെ കൂട്ടുണ്ടോന്ന് അറിയാൻ പറ്റുകയല്ലോ. ഇതിന്റെ കൂട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തി. തേക്കളിയിൽ നിന്നും വെറ്റിനറി സർജൻ അനുരാജ് സ്ഥലത്തെത്തിയ ശേഷം 12:30 കടുവയെ മയക്കുവെടി വെച്ചു. ഒപ്പം നായയെയും മയക്കുവെടി വെച്ചു. തുടർന്നാണ് നായയെയും കടുവയെയും കുഴിയിൽ നിന്നും പുറത്തെടുത്തത്. നായയെ കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നില്ല. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ നായ തോട്ടത്തിനുള്ളിൽ ഓടിമറഞ്ഞു. കടുവയെ കൂട്ടിലാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെരിയാർ വന്യജീവി സങ്കേതത്തിലെത്തിച്ചു. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി, RRT ബന്ധപ്പെട്ട ജീവനക്കാരെത്തി, ഡോക്ടർ എത്തി. അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു. പിന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒരു പട്ടി ഉണ്ടായിരുന്നു, കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പട്ടിയെ ചേസ് ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം. നായയെ ഓടിക്കുന്നതിനിടെ ഇരുവരും കുഴിയിൽ വീണതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. 2 വയസ്സുള്ള ആൺകടുവയാണ് കുഴിയിൽ അകപ്പെട്ടതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കടുവയല്ലെന്നും സൂചനയുണ്ട്. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ കടുവാ സങ്കേതത്തിൽ നിന്നും കയറി വന്നതാകാമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. മേഖലയിൽ കൂടുതൽ കടുവകൾ ഉണ്ടോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. വന്യമൃഗശല്യമുള്ള മേഖലയിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ജനം, ഇടുക്കി.